പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്നു. നിങ്ങൾക്കൊരു ചോദ്യം പോലും അറിയില്ല എന്ന് കരുതുക. മിക്കവരും അവിടെ പാനിക്കാവും. എന്നാൽ ഓർക്കുക, കളി തുടങ്ങുന്നത് അവിടെയാണ്. ഒന്നും എഴുതാതെ പേപ്പർ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ 4 സീക്രട്ട് മെത്തേഡുകൾ ഉപയോഗിച്ച് ആ ചോദ്യത്തിൽ നിന്നും മാർക്ക് അടിച്ചു മാറ്റുന്നത്. ഇതിലെ 4ാമത്തെ പോയിന്റാണ് ഏറ്റവും പവർഫുൾ. ചോദ്യം കണ്ടാൽ പേടിക്കരുത്. ചോദ്യം 3 തവണ ശ്രദ്ധിച്ചു വായിക്കുക. ആ ചോദ്യത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ കീവേഡ് തീർച്ചയായും ഉണ്ടാകും. ഉദാഹരണത്തിന്, ഫിസിക്സ് ആണെങ്കിൽ ഫോഴ്സ്, എനർജി, ലെൻസ് എന്നിവയോ, കെമിസ്ട്രിയിൽ ആറ്റം, ബോണ്ട് എന്നിവയോ കണ്ടെന്നു വരാം. ആ കീവേഡിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എന്ത് കാര്യവും ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഉദാഹരണം അവിടെ എഴുതി വയ്ക്കുക. ഒന്നും എഴുതാതിരിക്കുന്നതിനേക്കാൾ 1 മാർക്കെങ്കിലും കിട്ടാൻ ഇത് സഹായിക്കും. ലോജിക്കൽ ബൈപ്പാസ് മെത്തേഡ്. ചോദ്യം വൈ അല്ലെങ്കിൽ ഹൗ എന്ന ശൈലിയിലുള്ളതാണെങ്കിൽ ആ കീവേഡ് വെച്ച് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് ബന്ധമുണ്ടാക്കുക. ബയോളജിയിൽ ഒരു രോഗത്തെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ ആ രോഗത്തിന്റെ കൃത്യമായ ഉത്തരം അറിയില്ലെങ്കിലും രോഗം വന്നാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് എഴുതുക. കൃത്യമായ ഉത്തരമല്ലെങ്കിലും ചോദ്യവുമായി ബന്ധമുള്ളതുകൊണ്ട് വാല്യൂ ചെയ്യുന്ന ടീച്ചർ മാർക്ക് നൽകാൻ സാധ്യതയുണ്ട്. പ്രസന്റേഷൻ സ്ട്രാറ്റജി. ടീച്ചേഴ്സിന് ആയിരക്കണക്കിന് പേപ്പർ നോക്കാനുണ്ട്. അതുകൊണ്ട് വലിയ പാരഗ്രാഫുകൾ അവർക്കിഷ്ടമല്ല. ഉത്തരങ്ങൾ ഫ്ലോ ചാർട്ടായോ ഡയഗ്രമായോ നൽകാൻ ശ്രമിക്കുക. സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളിൽ പോയിന്റുകൾക്കിടയിൽ ആരോ മാർക്കിട്ട് ഫ്ലോ ചാർട്ടായി എഴുതുന്നത് വൃത്തിയും വ്യക്തതയും നൽകും. ഇതിനാണ് ഇപ്പോൾ കൂടുതൽ മാർക്ക് വീഴുന്നത്. പ്രസന്റേഷൻ ഇല്യൂഷൻ, ദ സ്കിൽ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ പോലും അത് ശരിയാണെന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ട്രിക്കാണിത്. റൂൾ 1, വരികൾക്കിടയിൽ കൃത്യമായ ഗ്യാപ്പിട്ട് വളരെ വൃത്തിയായി എഴുതുക. റൂൾ 2, ചോദ്യത്തിലെ അതേ വാക്കുകൾ ഉത്തരത്തിന്റെ ആദ്യ വരിയിൽ തന്നെ ഉൾപ്പെടുത്തുക. ഉദാഹരണത്തിന്, ന്യൂട്ടന്റെ 3ാം നിയമം ഫിസിക്സിൽ വളരെ പ്രധാനമാണ് എന്ന് തുടങ്ങി. റൂൾ 3, നിങ്ങൾ എഴുതിയതിൽ ചോദ്യവുമായി ഏറ്റവും ബന്ധമുള്ള വാക്ക് മാത്രം അണ്ടർലൈൻ ചെയ്യുക. ടീച്ചേഴ്സിന് നിങ്ങളുടെ മുഴുവൻ ഉത്തരവും വായിക്കാൻ സമയം കാണില്ല. ആ അണ്ടർലൈൻ ചെയ്ത വാക്ക് നോക്കി മാർക്ക് നൽകാൻ ഇത് സഹായിക്കും. ഈ വിദ്യകൾ ഉപയോഗിച്ച് പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടൂ. എല്ലാവർക്കും ആശംസകൾ.